ഈ വേനൽ ചൂടിലും അതേപോലെ നോമ്പ് സമയത്തും നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ജ്യൂസിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. വെൽക്കം ബാക്ക് ടു ലൈസാസ് ആൻഡ് വ്ളോഗ്. അപ്പോൾ ഈ കടുത്ത ചൂടിലും അതേപോലെ നോമ്പ് സമയത്തും നമുക്ക് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയ ജ്യൂസാണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ജ്യൂസ് തയ്യാറാക്കുന്നത് എന്ന് കാണാം. നമ്മളെല്ലാവരും ദിവസവും ഉപയോഗിക്കുന്ന ഈ തണ്ണിമത്തൻ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ജ്യൂസ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് തണ്ണിമത്തൻ മുറിച്ചെടുത്തിട്ട് അതിൻ്റെ കുരുകളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തണ്ണിമത്തൻ നമ്മളൊരു ബ്ലെൻഡറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്കത് അടിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിൽ വെച്ചിട്ട് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ മിക്സിയിൽ നമ്മൾ വേറെ ജ്യൂസ് തയ്യാറാക്കുന്ന കാരണമാണ് ബ്ലെൻഡർ എടുത്തിട്ടുള്ളത്. ഈ ജാറിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തണ്ണിമത്തൻ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര ആവശ്യമില്ലാത്തവരാണെന്ന് വെച്ചെങ്കിൽ ഇട്ട് കൊടുക്കണ്ട. മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. തണ്ണിമത്തൻ ചിലത് നല്ല മധുരം ഉണ്ടാവും, മധുരം ഇല്ലാത്തതുണ്ടാവും. അപ്പോൾ നമുക്ക് അതിനനുസരിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ ജ്യൂസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഞാൻ 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പാൽ ഇഷ്ടമുള്ളവർക്ക് പാൽ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഇവിടെ പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതേപോലെ ഇത് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് ലേശം വെള്ളം മാത്രം ഒഴിച്ച് കൊടുക്കുക. രണ്ട് പ്രാവശ്യമായിട്ടാണ് തണ്ണിമത്തൻ ജ്യൂസ് അടിച്ചെടുത്തത്. അപ്പോൾ നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള ജ്യൂസ് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇത് പാലിലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് അടിച്ചതിൽ മാത്രമാണ് ഞാൻ പാൽപ്പൊടി ചേർത്തിട്ടുള്ളത്. മറ്റേതിൽ ഞാൻ പാൽപ്പൊടി ചേർത്തിട്ടില്ല. എന്നിട്ട് രണ്ടും കൂടി മിക്സ് ചെയ്യുകയാണ് ചെയ്തത്. ഇനി നമുക്കൊരു ലൈം ജ്യൂസ് തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അതേപോലെ 4-5 കാഷ്യൂ നട്ട്സ് എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഞാൻ ഒരു വലിയ നാരങ്ങയുടെ നീരാണ് എടുത്തിട്ടുള്ളത്. ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാരയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. വളരെ എളുപ്പത്തിൽ തന്നെ 2 ജ്യൂസും നമ്മൾ തയ്യാറാക്കിയെടുത്ത്. അപ്പോൾ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇത് പാൽ വെച്ചിട്ട് നല്ല ടേസ്റ്റിൽ തയ്യാറാക്കാം. അപ്പോൾ ഇന്ന് ഞാൻ പാൽപ്പൊടി വെച്ച് ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. അധിക സാധനങ്ങളൊന്നും ആവശ്യമില്ലാതെ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ ജ്യൂസാണ് ഇന്ന് ഞാനിവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോമ്പ് സമയത്ത് ഈ തിരക്കുള്ള നേരത്തൊക്കെ നമുക്ക് എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റിയതാണ് തണ്ണിമത്തൻ ജ്യൂസും അതേപോലെ ലൈം ജ്യൂസും. അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് ഇത് തയ്യാറാക്കിയെടുക്കാം.
നിങ്ങൾക്കെൻ്റെ ജ്യൂസ് തയ്യാറാക്കിയ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വരാൻ ശ്രമിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.